നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ലാവ്ലിൻ കേസ്, മൂന്നാർ ദൗത്യം, ലോട്ടറി, തച്ചങ്കേരി, തീക്കനലേറ്റ പോലെ CPM-നെ പൊള്ളിച്ച എത്രയെത്ര സംഭവ പരമ്പരകൾ. പാർട്ടിയുടെ ഒരുവിധം രേഖകളെല്ലാം VS-ന് ഹൃദയസ്ഥമായിരുന്നു. പ്രമേയങ്ങളുടെ രാഷ്ട്രീയ സത്തെ അതേപടി മനസ്സിലുണ്ടായിരുന്നു. അവ അദ്ദേഹത്തിന് CPM-ന്റെ പ്രഖ്യാപിത നിലപാടുകളായിരുന്നു. അതിൽ നിന്ന് പാർട്ടി വ്യതിചലിക്കുന്നതാണ് VS ആയുധമാക്കിയത്. ഭൂമി ഉൽപാദനവാദിയാണെന്നും അതൊരു ചരക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് മാർക്സിസ്റ്റ് സമീപനം അതാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. പാർട്ടി ആശീർവാദം ചൊരിഞ്ഞു പിന്നാലെ നിന്ന 6 വൻകിട പദ്ധതികളുടെ ഫയലുകൾ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിടിച്ചുവച്ചത്. ഇടുക്കിയിലെ പാർട്ടി സ്വന്തം കയ്യിൽ നിന്ന് പോയാലും മൂന്നാർ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലകളിലും ഒപ്പമുള്ളവർ ന്യൂനപക്ഷമായി ചുരുക്കപ്പെട്ടപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ കൂടെ നിർത്തി തിരിച്ചടിക്കാനായി ശ്രമം. അതിനായി PBക്ക് നിരന്തരം കത്തുകൾ എഴുതി. മർമ്മഭേദിയമായ ആ കത്തുകൾ PB തൊട്ട് സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ഘടകങ്ങളെ പലപ്പോഴും തീച്ചൂളയിലാക്കി. കത്തുകളെല്ലാം കരട് മിക്കവാറും VS തന്നെ തയ്യാറാക്കുന്നതായിരുന്നു. ശേഷം മിനുമിനുക്കിനായി വിശ്വസ്തരെ ഏൽപ്പിക്കും. പലതവണ വെട്ടിയും തിരുത്തിയും മലയാളത്തിൽ തന്നെ സമ്പൂർണ്ണമായി തയ്യാറാക്കിയതിൽ തൃപ്തി വന്നാൽ മാത്രം ഇംഗ്ലീഷിലാക്കും. ആ പകർപ്പിലും അതൃപ്തി തോന്നുന്നിടത്ത് വെട്ടിവീഴും. വിഭാഗീയതയുടെ തലതൊട്ടപ്പനായി വിശേഷിപ്പിക്കുമ്പോഴും അനുയായികളെ വിളിച്ചു ചേർത്ത് നേതൃത്വത്തിനെതിരെ പടയൊരുക്കം നടത്തുന്ന നേതാവായിരുന്നില്ല VS. പോരാട്ടത്തിനുള്ള വിഷയവും അതിനുള്ള സമയവും ഉപയോഗിക്കേണ്ട വാക്കുകളെല്ലാം VS-ന്റെ മാത്രം സൃഷ്ടിയും തീരുമാനവുമായിരുന്നു. തൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗത്വം വരെ തെറിപ്പിച്ച ലാവ്ലിൻ കേസിലെ ഉൾപാർട്ടി പോരാട്ടത്തിന് ശേഷം കോടതിയും പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ VS പറഞ്ഞു, വിധി അംഗീകരിക്കുന്നു. മുകളിൽ മറ്റൊരു കോടതി വിധിയുണ്ടായാൽ അതും അംഗീകരിക്കും. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോറ്റമ്പിയപ്പോൾ VS-ന്റെ മുഖത്ത് വിരിഞ്ഞ ചിരിയെ കമ്മിറ്റികൾ കൊലച്ചിരിയായി ചിലർ കടന്നാക്രമിച്ചത് അതുകൊണ്ടാണ്. VS ആകെയൊലിഞ്ഞ് ചില ഘട്ടങ്ങളിൽ ഉറ്റവർ കണ്ടിട്ടുണ്ട്. 2014 ആലപ്പുഴ സമ്മേളനത്തിന് മുൻപായി തനിക്ക് പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയുണ്ടെന്ന് സെക്രട്ടേറിയറ്റ് പരസ്യ വിചാരണ നടത്തിയതിനെ തുടർന്ന് സമ്മേളനം ബഹിഷ്കരിച്ചു. മടങ്ങിയപ്പോൾ അച്യുതാനന്ദൻ അതീവ ദുഃഖിതനായിരുന്നു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോഴും ആമുഖം കൂടുതൽ വലിഞ്ഞു മുറുകി. ശംഖുമുഖത്തെ കടൽ സാക്ഷിയാക്കി ബക്കറ്റിലെ കടൽ ജലത്തോട് തന്നെ പിണറായി വിജയൻ ചുരുക്കിക്കളഞ്ഞ ദിവസം VS ദുഃഖിതനായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.